എല്ലാവർക്കും പ്ലാന്റ്സ് ഓഫ് ഏദൻ ബൈ ആദി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അലമാൻഡ കാതറിറ്റിക്ക അഥവാ ഗോൾഡൻ ട്രംപറ്റ് എന്ന പ്ലാന്റിനെ കുറിച്ചാണ്. ഔട്ട്ഡോർ ആയിട്ട് വളർത്തുന്ന ഈ പ്ലാന്റ് ആവശ്യത്തിന് സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ വള്ളിച്ചെടിയായിട്ടും നല്ലപോലെ പ്രൂൺ ചെയ്ത് വളർത്തുകയാണെങ്കിൽ കുറ്റിച്ചെടിയായിട്ടും വളർത്താം. എല്ലാ സമയങ്ങളിലും ഈ പ്ലാന്റിൽ പൂക്കൾ കാണാം. കൂടുതലായും പൂക്കൾ കാണുന്നത് വേനൽക്കാലത്താണ്. ഓർണമെന്റൽ പ്ലാന്റായി വളർത്തുന്ന ഗോൾഡൻ ട്രംപറ്റ് പോട്ടിലും അതുപോലെ തന്നെ മണ്ണിൽ ഡയറക്റ്റായിട്ടും നട്ടുപിടിപ്പിക്കാവുന്നതാണ്. പൂന്തോട്ടത്തിൽ പൂക്കൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. പൂന്തോട്ടത്തിൻ്റെ വിഷ്വൽ അപ്പിയറൻസ് കൂട്ടുന്നത് കൂടാതെ വളരെയധികം പൂമ്പാറ്റകളെയും തേനീച്ചകളെയും ഹമ്മിങ് ബേർഡ്സിനെയും ആകർഷിക്കുന്നു. ഫണൽ ഷേപ്പിൽ 5 ഇതളോടുകൂടിയ മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് അലമാൻഡയിൽ കാണപ്പെടുന്നതെങ്കിലും അലമാൻഡയുടെ മറ്റ് വെറൈറ്റികളിൽ പിങ്ക്, ചോക്ലേറ്റ് എന്നീ നിറങ്ങൾ കാണുന്നു. കരിമ്പച്ച നിറത്തിൽ ലെതറി രൂപത്തിലാണ് ഈ പ്ലാന്റിൻ്റെ ഇലകൾ കണ്ടുവരുന്നത്. ഒരു തണ്ടിന് ചുറ്റും 3 മുതൽ 4 വരെയുള്ള ഇലകളുടെ ഒരു കൂട്ടമായാണ് ഇവ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ യങ്ങായിട്ടുള്ള ഈ പ്ലാന്റിൻ്റെ സ്റ്റെമ്മ് കാണുന്നത് ഗ്രീൻ കളറിലും എന്നാൽ കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ള ഈ പ്ലാന്റിൻ്റെ സ്റ്റെമ്മ് വുഡൻ നേച്ചറിലുമാണ് കാണുന്നത്. പാർഷ്യലായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഇടത്തും നല്ലപോലെ സൺലൈറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിലും നമുക്ക് ഈ ചെടി നടാവുന്നതാണ്. എത്രത്തോളം സൂര്യപ്രകാശം കൊള്ളുന്നുവോ അത്രത്തോളം തന്നെ ഈ പ്ലാന്റിൽ പൂക്കൾ പൂക്കാൻ സാധിക്കും. ഗോൾഡൻ ട്രംപറ്റ് എന്ന ഈ സസ്യത്തിൽ പൂക്കൾ കാണുന്നത് തണ്ടിൻ്റെ അറ്റത്ത് കൂട്ടമായാണ്. എല്ലായ്പ്പോഴും ചെടിക്ക് വെള്ളം നനച്ചു കൊടുക്കാനും ചെടിക്ക് ആവശ്യമായ ഈർപ്പം ചെടിക്ക് ചുവട്ടിലുള്ള മണ്ണിലുണ്ടെന്ന് ഉറപ്പുവരുത്താനും ശ്രദ്ധിക്കുക. ചെടി നടുന്നത് ഇതിൻ്റെ മൂത്ത തണ്ടുപയോഗിച്ചാണ്. യങ്ങായിട്ടുള്ള ഈ പ്ലാന്റിൻ്റെ സ്റ്റെമ്മിൽ വെള്ള നിറത്തിലുള്ള ഒരു ദ്രാവകം കാണപ്പെടുന്നു. വളരെ ചുരുക്കം പേരിൽ സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാവാനും ഇത് കാരണമാകുന്നു. പ്രൂണിംഗ് ആവശ്യമുള്ള ഒരു ചെടിയായതുകൊണ്ട് തന്നെ പ്രൂൺ ചെയ്യുന്ന സമയത്ത് ഈ ചെടിയുടെ ദ്രാവകം കണ്ണിൽ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അലമാൻഡ പ്ലാന്റ് പൂവിടാനായി ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് ചെടി നടുക എന്നുള്ളതാണ്. മാസത്തിലൊരിക്കൽ NPK ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുക. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം പ്രോപ്പറായ പ്രൂണിംഗ് നടത്തുക എന്നതാണ്. വിൻ്റർ സീസണിലും സ്പ്രിംഗ് സീസണ് മുൻപുമാണ് ഈ പ്ലാന്റ് പ്രൂൺ ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള സമയം. ചെടിയുടെ സൈസ് കൺട്രോൾ ചെയ്യുന്നത് കൂടാതെ കൂടുതൽ പൂ പൂക്കാനും ഈ പ്രൂണിങ് സഹായകമാകും. ചെടിച്ചട്ടികളിൽ നട്ടുവരുന്ന ഈ പ്ലാന്റ് ഏകദേശം 40 മുതൽ 50 സെൻറ്റിമീറ്റർ വരെ വളർച്ചയെത്തുമ്പോൾ റീപോട്ടിംഗ് ചെയ്യാം. അതല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ റീപോട്ടിംഗ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള റീപോട്ടിംഗ് ചെടിയെ കൂടുതൽ പൂ പൂക്കാൻ സഹായിക്കും. മണ്ണും മണലും കമ്പോസ്റ്റും അടങ്ങുന്നതായിരിക്കണം പോട്ടിംഗ് മിശ്രിതം. ചെടി നട്ടിരിക്കുന്ന മണ്ണിൻ്റെ ഈർപ്പം കുറയുന്നത് മൂലം ഇലകൾ മഞ്ഞ നിറത്തിലായി കൊഴിഞ്ഞു പോവാനും പൂക്കൾ കൊഴിഞ്ഞു പോവാനും കാരണമാകുന്നു. ഈ പ്രശ്നത്തെ അതിജീവിക്കാനായി വേനൽക്കാല സമയങ്ങളിൽ കൃത്യമായ ജലസേചനം ഉറപ്പുവരുത്തുക. ആൽഫിഡ്സിൻ്റെ അറ്റാക്ക് മൂലം ഈ പ്ലാന്റിൽ ഇലകൾ ചുരുളുന്നതായി കണ്ടുവരുന്നു. ഇതൊഴിവാക്കാനായി ഏതെങ്കിലും ഒരു ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുക. ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.